വൈകാതെ ജീവിതത്തിൽ കടികാര നിർബന്ധ ബുദ്ധിയോടെ കൃത്യതയോടെയും കണിശതയോടെയും ആരുടെ മുമ്പിലും ഓടിയെത്തുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ വൈകാത്തത്. അതും മരണത്തിന്റെ ദൂതനാണ്, മരണദൂതനാണ്, അസ്രായീലാണ്. അള്ളാഹു പറഞ്ഞത് ഇത്രമേൽ കൃത്യതയുള്ള ഒരു ദൂതൻ നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. അള്ളാഹുവിന്റെ തീരുമാനമെത്തിയാൽ ഒരു നിമിഷം പോയിട്ട് അർദ്ധ നിമിഷം പോലും എന്റെ മരണദൂതൻ പിന്തുകയുമില്ല. തീരുമാനിച്ച സമയത്തിന് ഒരു അർദ്ധ നിമിഷത്തിന് മുമ്പ് നിങ്ങളിലേക്ക് എത്തുകയുമില്ല. കടികാര നിർബന്ധ ബുദ്ധിയോടെ തടസ്സങ്ങളില്ലാതെ വിഘ്നങ്ങളില്ലാതെ തടുക്കാൻ കഴിയാതെ പ്രായവ്യത്യാസങ്ങളോട് ആനുകൂല്യങ്ങളില്ലാതെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കൊഞ്ചുന്ന ഭർത്താവിനോട് അവരാ വിളിച്ച വർത്തമാനമെന്ന് അവസാനിക്കട്ടെ എന്ന് കാത്തു നിൽക്കാതെ ഭാര്യയെ വിളിക്കുന്നതിന് മുമ്പ്, ഭർത്താവിന്റെ കണ്ണിൽ നോക്കുന്നതിന് മുമ്പ്, പ്രസവിക്കുന്ന കുഞ്ഞിനെ വർഷങ്ങളോളം കാത്തിരുന്ന് ആദ്യമായി തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന പിതാവിനെ, നവജാത ശിശുവിന്റെ മുഖമൊന്ന് കാണാൻ പോലും അവസരം കൊടുക്കാതെ, ആനുകൂല്യത്തിലൊന്ന് നീട്ടിക്കൊടുക്കാതെ, യാചനകൾ കേൾക്കാതെ, അപേക്ഷകൾ സ്വീകരിക്കാതെ, ഒഴിവ് കഴിവുകൾ ഒരിക്കലും പറയാൻ കഴിയാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതത്തെ കാത്തിരിക്കുന്നവനാണ് മനുഷ്യൻ. ആ അത്ഭുതത്തിന്റെ പേരാണ് മരണം. ആ അത്ഭുതത്തിന്റെ അടയാളങ്ങളുടെ പേരാണ് മരണദൂതൻ വരിക എന്നത്. ഏത് സമയത്തും നിങ്ങൾ മരണത്തെ പ്രതീക്ഷിക്കണമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനാണ് സഹോദരങ്ങളെ ആ ചിരികൾ എല്ലാവരുടെയും മുഖത്ത് നിന്ന് മാഞ്ഞു? പിന്നീട് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മുഖത്ത് കാളിമ പടരുന്നത്, മുഖത്ത് ഉദ്വേഗജനകമായ ചില ചിന്തകളിലോട്ട് കടന്നു പോകുന്നത്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വല്ലാതെ നാം വിറക്കുന്നത് എന്തുകൊണ്ടാണ് മരണം നമ്മെ അലോസരപ്പെടുത്തുന്നത്? ഈ അടുത്ത സമയത്ത് കേട്ട ഏറ്റവും വലിയൊരു ആകസ്മികതയുടെയും യാദൃച്ഛികതകളുടെയും നടുവിലൂടെയാണ് ജീവിതം നടന്നു പോകുന്നത് എന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ നമ്മുടെ ആത്മാവുകളിലേക്ക് തുളച്ചു കയറും. ഏത് സമയത്താണ് ഞാൻ ഈ കേട്ടത്? UAE-യിൽ നിന്ന് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി ആരോടും പറയാതെ പോയ യുവാവ് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിൽ വാഹനത്തിലിരുന്ന് അറ്റാക്ക് വന്ന് മരിച്ചു അത്രേ. കാത്തിരുന്ന ഉപ്പക്കും ഉമ്മക്കും അവൻ കൊടുത്തതൊരു ഒടുക്കത്തെ സർപ്രൈസ് ആയിരുന്നു. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ മകന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ വിതുമ്പിക്കരയുന്ന മാതാവിനും പിതാവിനും എന്തിനാണ് മോനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്ഭുതത്തിന്റെ കാഴ്ചയെന്ന് ആർത്തു വിലപിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഒരു ദിവസം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒരു ദിവസം ഈ സ്റ്റേജിൽ അനൗൺസ്മെന്റ് ചെയ്തതുപോലെ ആരെങ്കിലും ഒരു ദിവസം വിളിച്ചു പറയാതിരിക്കില്ല അഹമ്മദ് കബീർ ബാക്കവി മരിച്ചു എന്ന്. കാരണം ആ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സമയം വളരെയേറെ വൈകുമ്പോഴും ജീവിതം എത്രമേൽ ചെറുതാണെന്ന് ഓർമ്മപ്പെടുത്താൻ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ കൂടി ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. അവരുടെ സ്ഥാപനത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി ക്ഷണിച്ചു. കാണാൻ വേണ്ടി പോയി. വിശാലമായൊരു ഗ്രൗണ്ടിൽ വലിയ ഒരു പന്തലുണ്ടാക്കി എക്സിബിഷൻ ഹാളിലോട്ട് കയറി. ചുവരുകളിൽ നോക്കുമ്പോൾ അത്ഭുതകരമായി ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ ചുവടുകൾ, മാലിക് ബിൻ ദിനാർ വന്നത്, കപ്പലിറങ്ങിയത്, ചേരമാൻ പെരുമാളിന്റെ യാത്രകൾ, ഇങ്ങനെ മമ്പുറം തങ്ങൾ വരെയുള്ള കുത്തുബുസ്സമാന്റെ അടക്കമുള്ള ഇസ്ലാമിക ദർശനത്തിന്റെ സൗഹൃദങ്ങള് ഈ രാജ്യത്തോട്ട് കടന്നു വന്നതിന്റെ ഛായാചിത്രങ്ങൾ ഇങ്ങനെ ഒരുക്കുന്നു. ഞാൻ വലിയ സന്തോഷത്തോടെ നമ്മുടെ യുവാക്കളൊക്കെ ഇത്രമേൽ നല്ല ചിന്താഗതിയാണല്ലോ എന്ന് കരുതി സ്റ്റാളിലെ ഓരോ കാഴ്ചകളും കണ്ടു പോവുകയാണ്. പോയിട്ട് ഒരു വാതിലിലൂടെ കയറി അടുത്ത വാതിലൂടെ വേണം ഇറങ്ങാൻ. അതാണ് എക്സിബിഷന്റെ പ്രത്യേകത. എല്ലാം കണ്ട അത്ഭുതത്തോടെ കൂടെയുള്ളവരോട് ചിരിച്ചും കളിച്ചും ഈ കമന്റുകൾ പാസാക്കി ഇങ്ങനെ ഒരു എക്സിബിഷൻ നമ്മൾ ഒന്നിച്ച് കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംസാരം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പോകുമ്പോൾ ഇറങ്ങുന്ന വാതിലിന്റെ അവിടെ ഒരു ഭാഗത്ത് ഭിത്തിയിൽ ആ ദിവസം അവിടെ ഇറങ്ങിയ മലയാളത്തിന്റെ എല്ലാ പത്രങ്ങളുടെയും ചരമകോളം മാത്രം എഴുതി ഒട്ടിച്ചിരിക്കും. എല്ലാ പത്രത്തിൻ്റെയും ചരമകോളം മാത്രം അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ പത്രത്തിൻ്റെയും ഉണ്ട്. മലയാള മനോരമ, മാതൃഭൂമി,
അതേപോലെ ചന്ദ്രിക, ഇപ്പൊ പറയാതെ വിട്ടുപോയുണ്ട്, ദേശാഭിമാനി, വീക്ഷണം, എല്ലാവരും ഇന്ത്യൻ അസോസിയേഷൻ എല്ലാവരും ഉള്ളത് കൊണ്ട് ദേശാഭിമാനി, വീക്ഷണം, ചന്ദ്രിക, സുപ്രഭാതം എന്ന് വേണ്ട മലയാളി രാവിലെ ചായയുടെ കൂടെ കടിയായിട്ട് വായിക്കുന്ന മലയാള മനോരമ അടക്കം എല്ലാ പത്രങ്ങളുടെയും ചരമകോളം മാത്രം വെട്ടിയൊട്ടിച്ചിരിക്കും. എന്താണിതെന്നറിയാതെ, എന്താണിത് കൊണ്ട് സംഘാടകർ ഓർക്കുന്നത് എന്നറിയാതെ ഞാൻ ആ ചരമകോളത്തിലെ ഓരോ വാർത്തകൾ, ഓരോരുത്തരുടെ ചിത്രങ്ങൾ, പല വ്യത്യസ്തമായ രാജ്യത്ത് ജനിച്ചവർ, പല നാടുകളിലുള്ളവർ എന്താണെന്നിങ്ങനെ വായിച്ചു വായിച്ച് കൗതുകത്തോടെ വരുമ്പോ അവസാനം നോക്കി നോക്കി ലാസ്റ്റ് വരിയിൽ ഒരു കോളം കാലിയാണ്, അവിടെ ഒരു കണ്ണാടി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വായിച്ചു വായിച്ചിട്ട് വരുമ്പോ അവസാനം ആ വായിച്ചു വരുന്ന നമ്മുടെ മുഖമാണ് ആ കണ്ണാടിയിൽ കാണുക. അതിൻ്റെ താഴെ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അടുത്തത് നീ, അടുത്തത് നീ. എന്റെ മുഖം കണ്ണാടിയിൽ കാണുമ്പോ താഴെ അടുത്തത് നീ എന്ന ഒരൊറ്റ ടോപ്പിക്കിൽ എൻ്റെ എല്ലാ കളിയും ചിരിയും അവസാനിച്ചു. പിന്നീട് എൻ്റെ ഹൃദയം ഒരു പെടച്ചിലായി. നാളെ ഒരു ദിവസം ഇതേപോലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ എൻ്റെ ചിത്രം വരുമെന്ന്, ആരെങ്കിലും എൻ്റെ മരണവാർത്ത വിളിച്ചു പറയുമെന്ന്, ആരോടും മിണ്ടാൻ കഴിയാതെ തണുത്തുറഞ്ഞ മൃതശരീരമായി എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഞാൻ കിടക്കുമെന്ന ചിന്ത എൻ്റെ കാലുകൾക്ക് ചങ്ങലക്കിട്ടതുപോലെയായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങളെ എല്ലാവരെയും നിശബ്ദരാക്കിയ മരണം എന്ന ഭയാനകരമായ ആ ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും, മരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, കാലനില്ലാത്ത കാലം. കാലൻ ഇവിടെ വരാത്ത ഒരു കാലത്തെക്കുറിച്ച് കവി പറയുന്നുണ്ട്, മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. ആരും മരിക്കാതിരുന്നാൽ ഈ ഭൂമിയിലെ ജീവിതം സുഖകരമാവില്ല. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഇവരെല്ലാം നമ്മുടെ കൊച്ചു വീട്ടിൽ ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് മരണമില്ലാതിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ചിന്തിക്കാറില്ലേ? മരണമില്ലെങ്കിൽ, മരിച്ചില്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കും, മരണമില്ലാത്ത ജീവിതം എത്ര മനോഹരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു ജനനം, എന്തിനാണ് ഒരു മരണം? എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് മരിച്ചത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ജനനം നൽകി, പിന്നെ എന്തിനാണ് മരണം, എന്തിനാണ് ഈ സിട്ടാവായ തമ്പുരാൻ നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് നൽകുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ഈ ഒരു റമളാനിന്റെ രാത്രിയിൽ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്ന രക്ഷിതാവിന് മുമ്പിൽ ജീവിതത്തിന് ഇന്നലകളിൽ ചെയ്തു പോയ അപരാധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടാന് നമ്മുടെ മനസ്സും ശരീരവും തയ്യാറായൊരു രാത്രിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഖുർആൻ മറുപടി പറയുകയാണ്. എന്തിനാണ് ജനനമെന്നറിയുമോ? എന്തിനാണ് മരണമെന്നറിയുമോ? ആ ജനന മരണങ്ങൾ പ്രകൃതിയുടെ ഒരു വികൃതിയല്ല. ഇതൊരു തമാശക്ക് വേണ്ടി പടച്ച തമ്പുരാൻ വെച്ച ഒന്നല്ല. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ഏറ്റവും നന്മ ചെയ്തവൻ ആരാണെന്ന് അറിയുവാൻ വേണ്ടിയാണ്. ആരാണ് ഈ ദുനിയാവിലെ ചെറിയ ഒരായുസിന്റെ ഉള്ളിൽ, ഈ ദുനിയാവിലെ 60 70 വർഷം നീണ്ടു നിൽക്കുന്ന ചെറിയ ഒരായുസിന്റെ ഇടയിൽ ആ ആയുസ്സിന് തന്നെ കട്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണീരുകളും ആദികളും വ്യാധികളും നിറഞ്ഞ ഈ ജീവിതത്തിന്റെ ഉള്ളിൽ പരമാവധി നന്മ ചെയ്തതാരെന്നറിയാനല്ല അള്ളാഹു പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമലാ. ഏറ്റവും നല്ലത് ചെയ്തതാരെന്നറിയാനാണ്. എന്ന് പറഞ്ഞാൽ മരണമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആമുഖമെന്ന് പറയാ.
അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴാണ് അവൻ ഈ ലോകത്ത് ചെയ്ത നന്മകളുടെ പ്രതിഫലത്തെ തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മരണം ഒരു മഹാത്ഭുതമാണ്. മരണത്തെക്കാൾ മഹാത്ഭുതം ലോകത്ത് വേറൊന്നുമില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയാറുണ്ട് മരണമെന്ന് പറഞ്ഞാൽ അവൻ കണ്ണടച്ചു, എന്നേക്കുമായിട്ടവൻ കണ്ണടച്ചു, ഇനി അവനെ കാണാൻ കഴിയാത്തതാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിൽ മരണമെന്നത് കണ്ണടക്കലല്ല. അന്നാണ് യഥാർത്ഥത്തിൽ കണ്ണു തുറക്കപ്പെടുന്നത്. അന്നാണ് അവൻ ഇതേവരെ കാണാത്ത കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇന്നേ വരെ ഈ ഭൂമി ലോകത്ത് കണ്ടിട്ടില്ലാത്ത കാഴ്ച. സഹോദര സഹോദരി, അസ്രായീൽ വരുമ്പോഴാണ് നമ്മൾ ഇതേവരെ കാണാത്ത കാഴ്ച കാണുന്നത്. ഇന്നേ വരെ നമ്മൾ ആ കാഴ്ച കണ്ടിട്ടില്ല. ഇന്നേ വരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ച കാണുന്നത് എപ്പോഴാണ്? ഇതൊന്നും കബീർ ബാക്കവിയുടെ വകയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, വജാഅത സകറത്തുൽ മൗതി ബിൽ ഹഖ് അദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് വരുമ്പോ ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, അതേവരെ നിന്റെ കണ്ണുകളുടെ മുമ്പിൽ അശ്രദ്ധയുടെ ഒരു മൂടുപടമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഖുർആനാണ് കൈകാര്യം ചെയ്യുന്നത്. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, അതേവരെ നിന്റെ കണ്ണുകളുടെ മുകളിൽ ഒരു മൂടുപടമുണ്ട്. ആ മൂടുപടമുള്ളത് കൊണ്ട് സ്വർഗത്തെ നീ കാണുകയില്ല. ആ മൂടുപടത്തിൽ ദുനിയാവിലിരുന്ന് നരകത്തെ കാണുകയില്ല. മുൻകർ നക്കീറിനെ പറയുമ്പോൾ പരിഹാസം തോന്നാം, റഖീബത്തീദിനെ പറയുമ്പോൾ സംശയങ്ങൾ തോന്നാം. നാളെ നടക്കാനിരിക്കുന്ന പരലോകത്തെ കുറിച്ച് പറയുമ്പോ സഹോദര സഹോദരി, നിന്റെ കണ്ണുകളിൽ ഇത് കാണാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞ് കബറിലേക്ക് പോയാൽ 2 മലക്കുകൾ വരുമെന്ന് അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾക്കൊരു മൂടുപടമുണ്ട്. അള്ളാഹു പറയാണ്, മരണത്തോടെ കണ്ണിന്റെ മൂടുപടം മാറുകയാണ്. കണ്ണടയുകയല്ല, കണ്ണു തുറക്കുകയാണ് മരണത്തോടെ. നിരീശ്വരവാദിയുടെ കണ്ണ്, യുക്തിവാദിയുടെ കണ്ണ്, നിഷേധിച്ചവന്റെ കണ്ണ് തുറക്കുകയാണ്. ഇതൊന്നും എന്റെ വാക്കല്ല കേട്ടോ, ഇത് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ ഖുർആന്റെ വാക്കാണ്. നിന്റെ കണ്ണിന്റെ മൂടുപടമതാ മാറുന്നു. നിന്റെ കണ്ണിന്റെ കാഴ്ചകൾ കിലോമീറ്ററോളം മുകളിലേക്ക് പോകുന്നു. അസ്രായീലിനെ കാണുന്നത് മരിക്കാൻ പോകുന്നവൻ മാത്രമാണ്. ചുറ്റുവട്ടത്ത് നിൽക്കുന്നവൻ എന്തേ മലക്കിനെ കാണാത്തത്? എന്തുകൊണ്ട് കാണുന്നില്ല? അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ സക്കറാത്തിൽ പിടയുന്നുണ്ട്. അവന്റെ കൈകാലുകളെ ധരിക്കുന്നുണ്ട്. അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് തുള്ളി വരുന്നുണ്ട്. അവന്റെ മുഖം ഇങ്ങനെ എന്തോ കണ്ട് പേടിച്ചതുപോലെ വിറളി വെക്കുന്നുണ്ട്. പക്ഷേ എന്നെ അടുത്തെനിക്ക് നിൽക്കുന്നവന് കാണാൻ കഴിയുന്നില്ലല്ലോ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, തൊണ്ടക്കുടിയിൽ റൂഹത്തിപ്പടയുന്ന നേരം. അള്ളാഹു നമ്മുടെ സക്കറാത്തിനെ ലഘൂകരിച്ചു തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ സക്കറാത്തിനെ ലഘൂകരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. റഹ്മാനായ റബ്ബേ, പാതിരാത്രിയിൽ നിന്റെ നേരെ കരങ്ങൾ ഉയർത്തി വേറൊന്നും ചിന്തിക്കാതെ ഇന്നലകളെ ഞങ്ങൾ ചെയ്ത പാപത്തെ ഓർത്ത് കരയുന്നു റബ്ബേ. ഗഫൂറായ റബ്ബേ, ഗഫാറായ റബ്ബേ, ഈ സാധുക്കൾക്ക് നീ പുറത്തു തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ചോദിക്കും റബ്ബേ? നീ ഞങ്ങളെ ആട്ടി ഓടിച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകുമല്ലാ? ഒരു വല്ലാത്ത ആയത്താണ് സൂറത്തുൽ വാഖിഅ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, തൊണ്ടക്കുഴിയിൽ പിടുത്തം വീണു.
ആ പിടുത്തം വീഴുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരൻ പിടയ്ക്കുന്നുണ്ട്. വാപ്പാടെ മരണം നേരിട്ട് കണ്ടതാണ്. പെരുവരളിൽ നിന്നൊരു പെരുപ്പ് കയറിയിട്ട് കാൽമുട്ടുകൾ അടയുന്നുണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മനറാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹു എൻ്റെ നിങ്ങളുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധം തരട്ടെ. ഞാൻ എത്ര മണിക്കൂർ പ്രസംഗിച്ചു എന്നല്ല, എത്ര നേരം ഇത് നീണ്ടു എന്നല്ല. ഇന്നത്തെ രാത്രി നാളത്തെ പരലോകത്തിലെ ഒരു നല്ല രാത്രിയായി മാറണം. ഞാനൊരു പ്രസംഗം ആലോചിച്ചു വന്നതുമല്ല. ചക്രാത്തന്റെ വലിയ അടുത്ത സുഹൃത്തൻ എത്ര നാളായി ഒന്ന് പ്രസംഗിച്ചിട്ട് ഒരു ദിവസം കുറെ കഴിഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്ന് കാണാൻ, പ്രസംഗിക്കാനല്ല, എന്നെയും നിങ്ങളെയും തിരുത്താൻ. ആദ്യം എന്നെ തിരുത്താൻ, പിന്നെ നിങ്ങളെ തിരുത്താൻ. ഇതൊരു അലക്കുകാരന്റെ പ്രസംഗമാണ്. അലക്കുകാരൻ തുണി അലക്കിയാൽ ആദ്യം കയ്യ വെളുക്കുക, പിന്നെ തുണി വെളുക്കൂ. ഇതെന്റെ കൈ വെളുക്കാൻ, എന്റെ ഹൃദയം വെളുക്കാൻ, പറയുന്നത് ഹൃദയത്തിൽ ഇറങ്ങാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മ വേണം. അത് നമ്മുടെ ഒടുക്കത്തെ കുറിച്ചായിരിക്കണം, അവസാനത്തെ ജീവിതത്തെ അല്ല. എന്റെ ജീവിതത്തിന്റെ തുടക്കത്തെ കുറിച്ച് തൊണ്ടക്കുടിയിൽ പിടിവീഴും. ഖുർആൻ പറയാൻ സൂറത്തുൽ ഖിയാമ. ഞാൻ ഈ പറയുന്നത് മുഴുവനും കെട്ടുകഥകളല്ല, ഐതിഹ്യങ്ങളല്ല, ഖുർആനാണ്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പെങ്ങളെ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അത് ഇലക്ഷൻ കമ്മീഷൻ പറയണത് മാതിരിയല്ല. ലാ റൈബ ഫീഹി, അതിൽ പിന്നെ സംശയമില്ല, അതിൽ പിന്നെ സന്ദേഹമില്ല, അതിൽ പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യണ്ട. കാരണം ഇത് നിങ്ങളുടെ സിട്ടാവിന്റെ വാക്കാണ്. ഇത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വാക്കാണ്. അതിൽ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? എന്തേ ജീവിതത്തിന് ബോധവും ബോധ്യവും വരാത്തത് എന്താ? എത്രമേൽ കൊറോണ വന്നിട്ട് എത്രമേൽ പെടഞ്ഞു മരിച്ചു. കോടീശ്വരൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിലപിച്ചു. എന്റെ പണം ഒന്നുമല്ലെന്ന് പടച്ചവൻ നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്നു. പോക്കറ്റിൽ പണമുണ്ടായിട്ടും അപ്പുറത്ത് ഭക്ഷണമുണ്ടായിട്ടും നിന്റെ ആമാശയത്തിലേക്ക് അത് എത്താൻ പറ്റില്ലെന്ന് സിട്ടാവ് തീരുമാനിച്ചപ്പോൾ നീ പാവക്കുട്ടിയെ പോലെ കിടന്നാടിയ ഒരു സമയമുണ്ട്. നിന്റെ അള്ളാഹുവിനെ നീ ഓർത്ത ദിവസങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം എത്രമേൽ നൈമിഷികമാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു പറയാണ്, കല്ലാ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല. ഇദാ ബലഗത്തി തറാഖിയ, നിങ്ങളുടെ തൊണ്ടക്കുടിയിലേക്ക് റൂഹിന്റെ പിടുത്തമെത്തുമ്പോൾ വഖീല, ആ സമയത്തവൻ വിളിച്ചു ചോദിക്കുമത്രേ, മനറാഖ്, ആരാണെന്റെ തലയിലൊന്ന് തലോടുക, ആരാണെന്നെ എന്ന് ആശ്വസിപ്പിക്കുക, ആരാണെന്റെ ശരീരം പിടയ്ക്കുന്നല്ലോ, ഞരമ്പ് മുറുകുന്നല്ലോ, പേശികൾ വലിയുന്നുവല്ലോ, തൊല്ലാതെ ശരീരം ഇങ്ങനെ ബാലൻസ് നഷ്ടപ്പെടുന്നല്ലോ. മരിക്കാൻ പോകുന്ന ആള് ചോദിക്കും, മനറാഖ്, ആരാണെന്നെ ഒന്ന് മന്ത്രിച്ചൂതുക. വല്ലാതെ പിടച്ചിട്ട് പിടയുന്ന ഒരാളെ പിടച്ചു നിർത്താൻ, പൈശാചിക ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാള് തലയിൽ മന്ത്രിക്കുന്നത് പോലെ മരണദൂതനെ കാണുന്ന വെപ്രാളത്തിൽ അയാള് വിളിച്ചു ചോദിക്കും, മനറാഖ്, ആരാണ് എൻ്റെ ശരീരത്തിലൊന്ന് തലോടുക. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, വലന്ന അന്നഹുൽ ഫിറാഖ്, പൈശാചിക ബാധ വന്നതല്ല, ഏകനായ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ളവന്റെ മടക്കയാത്ര തുടങ്ങുകയാണ്. അല്ലാഹു പറയുകയാണ്, കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്താണ് നമുക്ക് അസ്രായീലിനെ കാണാം, പക്ഷേ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. മരിക്കുന്ന നേരത്താണ് കാണാത്ത കാഴ്ചകൾ കാണാൻ പോവുക. സഹോദരങ്ങളെ, മഹദിയായ മുആദ് റളിയല്ലാഹു തആല അൻഹ, മഹദിയായ മുആദ് റളിയല്ലാഹു അൻഹ മരണാസന്നയായി സക്കറാത്തിൽ കിടക്കുമ്പോ ആളുകൾ അവരുടെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കവേ, മരിക്കുന്ന നേരത്ത് മഹദിയായ മുആദ് റളിയല്ലാഹു അൻഹ
കുറേ നേരം അവര് കരഞ്ഞുവത്രേ. അവസാനം കുറച്ചു നേരം അവര് ചിരിച്ചുവത്രേ. മുആദ് റളിയല്ലാഹു അൻഹുവോട് ചൂട് നിൽക്കുന്നവര് ചോദിച്ചു, മുആദാ ലിമാദാ ലഹിതി ലിമാദാ ബക്കൈതി, മരിക്കുന്ന നേരത്ത് കുറച്ചു നേരം കരഞ്ഞതെന്തിന്, കുറച്ചു നേരം നീ ചിരിച്ചതെന്തിന്? മഹദിയായ മുആദ് റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി, ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് കരഞ്ഞതെന്നറിയുമോ? തഫക്കറതു ബി മുഫാറഖത്തി സൗമി, ഇനി എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ, ഇനി എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഇനി എനിക്ക് അല്ലാഹുവിനെ ഓർത്തിട്ട് എൻ്റെ യജമാനനെ ഓർത്ത് ദിക്ർ ചൊല്ലാൻ ഇനി ഭൂമിയിൽ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് സയ്യിദത്തുനാ മുആദ് റളിയല്ലാഹു അൻഹാ. അവരുടെ വിലാപം എൻ്റെ കച്ചവടം ഇനി ആര് നോക്കുമെന്നല്ല, എൻ്റെ മക്കൾ അനാഥരാകുമെന്നല്ല, ഇനി ആരാണ് എൻ്റെ കുടുംബത്തിനെന്നല്ല, ഇനി എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ, എൻ്റെ റബ്ബിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഹയ്യാ അലസ്സലാ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോ വുളു എടുത്ത് പള്ളിയിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദത്തുനാ മുആദ് റളിയല്ലാഹു അൻഹാ. പിന്നെന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? സഹോദരങ്ങളെ ഒന്നോർത്തു നോക്കുക. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് മരണക്കിടക്കയിലെ കരയുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്കറിയോ? അല്ലാഹു നമ്മുടെ ജീവിതത്തെ സുഹൃതങ്ങൾ കൊണ്ട് നിറച്ചു തരട്ടെ. ഇബാദത്തിൽ അനുഭൂതി കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് മുആദ കരഞ്ഞതെന്ന് ചോദിക്കവേ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന നളറതു ഇലാ സൗജി അബൂ സുഹാബ, ഞാൻ മരിക്കുന്ന നേരത്തെ എൻ്റെ ഭർത്താവായ അബൂ സുബാഹയെ ഞാൻ കണ്ടു. ഞാൻ മരിക്കാൻ കിടക്കുന്ന നേരത്ത്, സക്കറാത്തിൽ കിടന്ന് പിടയുന്ന നേരത്ത്, മരണം എന്നെ വല്ലാതെ മാടി വിളിക്കുന്ന നേരത്ത് ഞാൻ എനിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിനെ കണ്ടു. അദ്ദേഹം സ്വർഗത്തിന്റെ കവര് വൃക്ഷത്തിന്റെ ചുവട്ടിൽ പച്ചപ്പുതപ്പ് തലയിലൂടെ പച്ചപ്പുതപ്പ് തോളിലൂടെ ഇട്ട് ചുറ്റുഭാഗത്തും കുറെ ഭിറ്റന്മാരുമായിട്ട് എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടു. ആ ചുറ്റുഭാഗത്തിരിക്കുന്ന ആളുകളെ പോലെ മുഖമുള്ള ഒരാളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ വരുന്നതും കാത്തു മലക്കുകളുടെ ചുറ്റുഭാഗത്ത് എൻ്റെ ഭർത്താവ് എന്നെ കാത്തിരുന്നിട്ട് മുആദാ വരുന്നില്ല മുആദാ എന്നെ മാടി വിളിക്കുന്ന എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടാണ് സക്കറാത്തിന്റെ നേരത്ത് ഞാൻ കരയുന്നതെന്ന് മുആദ് റളിയല്ലാഹു അൻഹു. സഹോദരാ സഹോദരി, സക്കറാത്തിന്റെ നേരത്ത് മരിച്ചുപോയ ഭർത്താവിനെ കാണുക. ഇതാണ് ഞാൻ പറഞ്ഞത്. മരിക്കുന്ന നേരത്താണ് കാണാത്ത കാഴ്ചകൾ കാണുക. ദുനിയാവിലൊന്ന് സ്വപ്നത്തിലല്ലേ കാണാൻ കഴിയൂ. മരിക്കുന്ന നേരത്തെ മരിച്ചുപോയ ഭർത്താവ് ഭൂമിയിൽ കിടന്ന് ഭാര്യ പെടയുന്നു, സക്കറാത്തിൽ പെടയുന്നു, തൊണ്ട വരളുന്നു, ചിരിക്കുന്നു. എന്തേ മക്കള് ചോദിച്ചപ്പോ, മക്കളെ നേരത്തെ വിട പറഞ്ഞ നിങ്ങളുടെ വാപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ ജീവിതം ഒരു അവസാനമാണെന്ന് കരുതുന്നവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ജീവിതത്തില് 10, 25, 40 വർഷം കൂടെ കഴിഞ്ഞ സങ്കടങ്ങളിൽ പങ്കാളിയായ ഈ പ്രവാസ ജീവിതത്തിൽ വന്ന് ഒന്നുമില്ലാതെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി കിടക്കയിൽ കിടക്കുമ്പോ ചേർന്ന് കിടത്തി വലത്തെ കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് വിഷമിക്കണ്ട, ഒരു കാലത്ത് നമ്മുടെ ദുഃഖമെല്ലാം മാറുമെന്ന് പ്രത്യാശ തന്ന് രാപ്പകലില്ലാതെ ഓടിയ ഭർത്താവ് ഒറ്റക്കാക്കി വിട പറഞ്ഞു പോയിട്ട് പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയുടെ താഴെ, മണ്ണിന്റെ താഴെ ആ മനുഷ്യൻ കിടക്കുമ്പോ ഞാനിനി എന്നെന്റെ പ്രിയപ്പെട്ടവനെ കാണുമെന്നോർത്ത് കഷ്ടപ്പെടുന്ന പെണ്ണിനോട് പറയാൻ കഴിയണം, സക്കറാത്തിന്റെ നേരത്ത് നിന്റെ ഭർത്താവിനെ കാണും. ആ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ കണ്ടതല്ല ലോകം, നമ്മൾ കാണാത്തതാണ് ലോകം. ഇവരെയെല്ലാം കാണും. മരിക്കുന്ന നേരത്ത് വാപ്പയെ കാണും. ഭർത്താവ് പോയി, ഭാര്യ ഒറ്റക്കായി. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ എടുത്ത സമയത്ത് കേട്ടു. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്,
ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നത്. എന്നോടൊരിക്കെ കണ്ടപ്പോ, നേരിട്ട് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്, ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും പോകുന്നു, ആകാശത്ത് പറന്നു പോകുമ്പോ ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു വസ്തു, ആ നൂല് പൊട്ടിയാൽ ക്ഷണനേരം കൊണ്ട് താഴേക്ക് പോകുന്നത് പോലെ നേരെ പോയ ഹെലികോപ്റ്റർ നൂല് പൊട്ടിയതുപോലെ നേരെ താഴേക്ക് പോയി. അത് താഴേക്ക് വീഴാൻ ഒരു നിമിഷാർദ്ധം മാത്രം. ആ സമയത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ. ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങുമ്പോ, ഫ്ലൈറ്റ് ഒന്ന് ആടുമ്പോ, കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമ്പോ 100 വട്ടം ഷാർജയിൽ നിന്ന് തൃശ്ശൂർ ഇറങ്ങിയവനാണെങ്കിലും കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയവനാണെങ്കിലും ഒന്ന് ഭയക്കും. ഏറ്റവും കുറഞ്ഞത് താഴെ ഇറങ്ങിയിട്ട് ഞാൻ 3 യാസീൻ ഓതിക്കോളാന്നെങ്കിലും നേർച്ചയിടും. താഴേക്ക് പോകുന്നു. വേപതുവോടെ പേടിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, മരിച്ചാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ മരിക്കൂ. നമ്മൾ രണ്ടിൽ ഒരാൾ മരിച്ചിട്ട് ഒരാൾ ഒറ്റയാകുന്ന വേദന അപ്പോഴും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ പോകൂ. സത്യത്തിൽ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മരിച്ച ഒന്നിച്ചങ്ങ് പോകണം. ഇനി അവള് പോയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിച്ചിരിക്കുമ്പോ പിണക്കവും ഇണക്കവും മാറിക്കിടക്കലും അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അവളെന്ന് പറയുന്ന ഒരു തുരുത്ത് നഷ്ടപ്പെട്ടിട്ട് ഏകനായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്. അന്ന് മക്കള് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ അവളുടെ ഒരു തലോടലിന് പകരമാവില്ല. അപ്പ ഞാനുണ്ട് കൂടെ എന്ന് മക്കൾ പറഞ്ഞാൽ അവൾക്ക് പകരമാകൂ. അവൾക്ക് പകരം എങ്ങനെയാവുക? നമ്മുടെ ന്യൂനത അറിഞ്ഞവൾ, നമ്മളുടെ കുറവുകൾ അറിഞ്ഞവൾ, നമ്മൾ ആരെന്ന് നന്നായിട്ട് അറിഞ്ഞവൾ. അവള് പോയാൽ പിന്നെ രണ്ടാമത് വരുന്ന ഒരാൾക്ക് ഭാര്യയാവാൻ കഴിയുമെന്നല്ലാതെ അവളാവാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കേണ്ടത്, ഒന്നിച്ച് ജീവിക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. അന്നാട് നമ്മൾ മുൻകർ നക്കീറിനെ കൺമുമ്പിൽ കാണും. യുക്തിവാദികളെ കാണും, നിരീശ്വരവാദികളെ കാണും, നിഷേധിച്ചവരെ കാണും. ഈ കാണാത്ത കാഴ്ചകളിലേക്കുള്ള കവാടം തുറക്കുന്നത് മരണമാണ്, മരണമാണ്. ആ മരണത്തെ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു മരിക്കുന്ന നേരത്ത് നന്നായി മരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നന്നായി ജീവിക്കാനല്ല, നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്നായി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊന്ന് കൈപൊക്കിക്കാൻ. കൈപൊക്കി, ഒരു കൈയല്ല 2 കൈ പൊക്കി. പെണ്ണുങ്ങൾ പേടിക്കണ്ട, ഇവിടെ വളയൊന്നും പോലുമില്ല. അത് ഓർത്തിട്ട് നിങ്ങൾ കൈ പൊക്കായിരിക്കണ്ട. എങ്ങാനും വാക്കവ ഇത് കണ്ടാൽ ഒരു ടിഷ്യൂ എന്നവന് ഇവിടെ 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 ഇവിടെ. ഇത് എത്ര മണി വരെ പോകാം? പ്രസംഗം എത്ര മണി വരെ? നിങ്ങൾ പറയും ടൈം. 1 മണി വരെയാ. ഇപ്പൊ തന്നെ 12 കാലായി. ഇൻഷാ അല്ലാഹ് പരമാവധി നേരത്തെ നമുക്ക് നിർത്താം. ഇന്നിപ്പോ പ്രസംഗം നടക്കണപ്പോ 24-ാം തീയതിയാ. 23-നാണ് അനൗൺസ് ചെയ്തത്. 23 കഴിഞ്ഞു. ഇപ്പൊ 2 ദിവസം പ്രസംഗമാണ് നടക്കുക. ഒന്ന് കൈപൊക്കിക്കാണ്. നന്നായിട്ടും മരിക്കണം. അല്ലാഹു തൗഫീഖ്. ഇവിടെയൊക്കെ ആളുണ്ടല്ലേ. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ലൈറ്റ് അടിക്കണോണ്ട് ആളെ കാണാൻ പറ്റുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ഒരാളുടെ കാഴ്ച ഒരു 40 വയസ്സിലൊക്കെ പകുതി പോകും. അമ്മാതിരി ലൈറ്റായി പ്രസംഗത്തിനടിക്കുക. ഒന്ന് എൻ്റെ കണ്ണിൽ നിന്നൊന്ന് മാറ്റി വെക്കുവാണ്. ഇവരെ അടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ 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 ഓഫ് ചെയ്താൽ പിന്നെ എന്നെ കാണാൻ ഗ്ലാമർ ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെ നോക്കിയാലും പക്ഷേ എങ്ങോട്ട് നോക്കട്ടെ. അല്ലേ തന്നെ കറുപ്പ് നാട്ടി വലിയ പ്രശ്നമാണ്.